അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 മണി ബാങ്ക് വീക്കിന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ ടാസ്കും കണ്ടസ്റ്റൻസ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിൽ ഒരു ഇന്നോവ കാർ ഇട്ടിട്ടുണ്ടാവും. ആ ഇന്നോവ കാറിൽ 4 ലക്ഷം രൂപ ബിഗ് ബോസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. 20,000ത്തിന്റെ കെട്ടുകളായിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിന് പുറത്ത് കിടക്കുന്ന ഇന്നോവ കാറിൽ ഈ പറയുന്ന 4 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 കണ്ടസ്റ്റൻസിന് 1 മിനിറ്റിനുള്ളിൽ പോയിട്ട് ആവശ്യത്തിനുള്ള എമൗണ്ട് കളക്ട് ചെയ്യാം. എത്ര രൂപ കിട്ടിയോ അല്ലെങ്കിൽ പണം കിട്ടിയില്ലെങ്കിലും കൃത്യസമയത്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താത്ത കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നത്തേക്കുമായിട്ട് പുറത്താവുന്നതായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് ആരാണ് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 പേരാണ് എനിറ്റത്. ഒന്ന് അക്ബർ ആയിരുന്നു, മറ്റൊന്ന് അനുമോള്, മൂന്നാമത് ആദില. അപ്പോൾ ഇവർ 3 പേരുമാണ് ഈ ഒരു ബിഗ് ബോസിൽ ഈ ഒരു അവസാനത്തെ ടാസ്കിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. ഇവർ ഒരു ബസർ കേട്ട സമയത്ത് കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വളരെ സഡൻലി ഓടി നല്ല രീതിയിൽ ആ ഒരു ഇന്നോവ കാറിൽ കയറിയിട്ട് ഇവർക്ക് പറ്റാവുന്നത്ര മാക്സിമം എമൗണ്ട് അവർ കളക്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ എത്തിച്ചേർന്നു. നമ്മളൊരു പ്രൊമോ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഇവർ കയറുന്നതിന് മുമ്പേ ഡോർ അടയുന്ന രീതിയിലൊരു പ്രൊമോ ഓൾറെഡി ഇവർ കയറി കഴിഞ്ഞിട്ട് ഡോർ അടയുന്ന ആ ഒരു വീഡിയോ ആണ് അവർ കാണിച്ചത്. പ്രൊമോ കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും പേടിച്ചു പോയി. പക്ഷെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം എമൗണ്ട് വെൽ പ്ലാൻ ചെയ്ത് ഇവർ 3 പേരും കളക്ട് ചെയ്തു. ഇവർ പോകുന്നതിന് മുമ്പ് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്നോവ കാറാണ്, 3 സ്ഥലങ്ങളിൽ 3 കണ്ടസ്റ്റൻസ് നിൽക്കണം, 3 സ്ഥലങ്ങളിലും കൃത്യമായിട്ട് സെർച്ച് ചെയ്യണം. അങ്ങനെ 3 സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ഒരു സെർച്ച് ചെയ്ത് എടുക്കാവുന്നതിൻ്റെ മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ 3 പേരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും കുറവ് എമൗണ്ട് കളക്ട് ചെയ്തത് ആദിലയാണ്. 20,000 രൂപയാണ് ആദില കളക്ട് ചെയ്തത് ഒരു കെട്ട്. അടുത്തതായിട്ട് 3 കെട്ട് 60,000 രൂപ അക്ബർ കളക്ട് ചെയ്തു. അനുമോളാണ് ഞെട്ടിച്ചത്. 7 കെട്ട് 1,40,000 രൂപ അനുമോള് ആ ഒരു ഇന്നോവ കാറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം 2,20,000 രൂപയാണ് ഈ ഒരു ടോട്ടലായിട്ട് ഒരു കളക്ട് ചെയ്തത്. ഈ ഒരു 2,20,000 രൂപ 3 കണ്ടസ്റ്റൻസും കൂടി ഷെയർ ചെയ്ത് ഒരുപോലെ എടുക്കുമെന്ന് ഉള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവർ പോയത്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവർ 3 പേരും ഈ ഒരു 2,20,000 രൂപ ഒരുപോലെ ഷെയർ ചെയ്തെടുക്കുന്നതായിരിക്കും. വളരെ മികച്ച രീതിയിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 1 മിനിറ്റിനുള്ളിൽ ഇവർ തിരിച്ചെത്തുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഒരു പ്രൊമോ വീഡിയോ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെങ്കിലും പുറത്തു പോയോ എന്നൊരു മൈൻഡിലായിരുന്നു എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ കൃത്യമായിട്ട് ആ ഒരു മണി ബോക്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിട്ട് പറ്റുന്നതിൻ്റെ മാക്സിമം 2,20,000 രൂപ ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് അല്ല. 4 ലക്ഷം രൂപയെന്ന് 2,20,000 രൂപ കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. അനുമോള് 7 കെട്ടുകളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്തത്. 1,40,000 രൂപ. അതൊക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇവർ 3 പേരും ആ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടുകയും ചെയ്തു. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്